മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ 3-ാം ക്ലാസ് അറബിക്ക് ഈ വർഷത്തെ 2024-25 വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ വിശദമായ ആൻസർ കീയുമാണ് സാർ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനമായി നോക്കിയാലോ. നഖറഉൽ ഫിഖറ വനുജീബ്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ. എന്താണ് പാരഗ്രാഫ്? ദഹബ ജാസിമും മാ അബീഹി. ജാസിം വാപ്പയോടൊപ്പം പോയി ഇല സൂഖ്. എവിടേക്ക്? അങ്ങാടിയിലേക്ക്. അൽ മർക്കസി, അതായത് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം. മസാ വൈകിട്ട പോയത്. ലി ഷിറാഇൽ അദവാത്തിൽ മദ്രസിയ, പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ. റഅ ജാസിം ഫി സൂഖ്. എന്താണ്? ജാസിം മാർക്കറ്റിൽ കണ്ടത് ഖായിമത്തുൽ അസാർ, വില വിവരങ്ങൾ. ഇപ്പൊ ഖറഅഹ, അവൻ വായിച്ചു. ഇഷ്തറ ജാസിം കിതാബം വാഹിദ. ജാസിം ഒരു പുസ്തകം വാങ്ങിച്ചു. വ സലാസ് തഖില, 3 പേന വാങ്ങിച്ചു. വ ഖുറത്തം വ ഉൽബ, ഒരു പന്തും ഒരു ബോക്സും വാങ്ങിച്ചു. സുമ്മ റജഅ ഇലൽ ബൈത്തി ഫിൽ ഹാഫില, പിന്നെ ബസ്സിൽ അവർ വൈകിട്ട് മടങ്ങി. നഖ്താറുൽ ജവാബ സഹീഹ മിനൽ ഹിലാലൈൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. എന്നാണ് അവിടെ വില വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വില തന്നെ വരും, അതത് എത്ര ഉണ്ട്, ഷെയർ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. കിതാബ്, കിതാബ് എന്താ? ബുക്ക്. മിസ്തറ സ്കെയില്. കുറത്ത് പന്ത്. ഉൽബത്ത് എന്താ? ബോക്സ്. കലം പേന. മിഖസ് സിസർ അല്ലെങ്കിൽ കത്രിക അല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? മതാ ദഹബ ജാസിം വ അബൂഹു ഇലൽ മർക്കസി. എപ്പോഴാണ് എന്താണ് ജാസിം അവൻ്റെ ഉപ്പയും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയത്? എപ്പോഴാ പോയത്? ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ, മസാ എന്ന്. ഈ ബ്രാക്കറ്റിലും ഉണ്ടത്. ഇതിലേതാ? ഇതാണ് ഉത്തരം. പിന്നെ കമിസ് സേറുലി കിതാബിൻ വാഹിദ്. ഒരു പുസ്തകത്തിന് എന്താണ് വില? കിതാബിന്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 100 ആണോ, 20 ആണോ, 15 ആണോ? 20 അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്ര ഏതാ? 20 വരിക. അയിന വജത ജാസിം കായിമത്തൽ അസ്യാർ. വില വിവരങ്ങള് എന്താണ്? എവിടെയാണ് ജാസിം കണ്ടത്? ഫിൽ ബൈത്ത്, വീട്ടിലാണ്. ഫി സൂക്കിൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിലെ. ഫിൽ ഹാഫില, ബസ്സിലാണ്. എവിടെ കണ്ടത്? ഫി സൂക്കിൽ മർക്കസി. അടുത്തത് കമിസ് സേറുലി ഖുറത്തിൻ വാഹിദ. ഒരു പന്തിന് എന്താണ് വില? പന്തിന്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 അല്ലേ? ഉത്തരം ഏതാ വരിക? 100. കം കലമൻ ഇഷ്തറ ജാസിം. ജാസിം എത്ര പേന വാങ്ങിച്ചു അല്ലേ? കലം എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? പേൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഉത്തരം അല്ലല്ലോ. കലം എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? ഒരെണ്ണമാണ് ഇവിടെ കിടക്കുന്നത്, പക്ഷെ ഇതിൽ 1 കാണാനില്ല അല്ലേ? ഇവിടെ പറഞ്ഞിട്ടോ എത്ര എണ്ണം വാങ്ങിച്ചതെന്ന്? ഉണ്ട്. ഇതാ സലാസ എന്ന് കിടക്കുന്നുണ്ട്. സലാസ 3 അല്ലേ? അപ്പൊ ഇവിടെ എത്ര വരാം? 3 വരിക. 1 കേട്ടോ മക്കൾ, ഇതല്ല. ഓക്കെ, 3 ഉത്തരം. ശരിയല്ലേ? ഓക്കെ. അടുത്തത് ഹസല ജാസിം അലൽ ബിതാഖത്തൽ ഹുവിയ. ജാസിമിന് ഐഡന്റിറ്റി കാർഡ് കിട്ടി സ്കൂളിൽ നിന്ന്. ഇത് ബിതാഖത്ത് മിസലഹ, അതുപോലെ ഒരെണ്ണം തയ്യാറാക്കാൻ. ജാസിമ സാലിസ് 3-ാം ക്ലാസ്. ഉംർ 8. ഫാത്തിമ, ഇസ്മുൽ ഉമ്മ ഫാത്തിമ, ഇസ്മുൽ അബ് ഇബ്രാഹിം, മക്കാൻ അതാ കാലിക്കൂത്ത്. അപ്പൊ ഇസ്മ ഇവിടെ എന്ത് വെക്കണം എന്ന് പറയൂ. ഇപ്പൊ നിങ്ങളുടെ പേരിവിടെ എഴുതണം. സഫ് നിങ്ങൾ ഇതുപോലെ സാലിസ് തന്നെ എഴുതാം അല്ലേ? സാലിസ് എന്ന് തന്നെ എഴുതാം. നിങ്ങളുടെ ഉംർ 8 അല്ലെങ്കിൽ 7 ആയിരിക്കും അല്ലേ? ഇപ്പൊ 8 എന്നിടാം. ഇസ്മുൽ ഉമ്മ, നിങ്ങളുടെ ഉമ്മയുടെ പേര് ഇവിടെ എഴുതാം. ഇസ്മുൽ അബ്, വാപ്പിയുടെ പേര് എഴുതാം. നിങ്ങളുടെ സ്ഥലപ്പേരും എഴുതാം. പാലക്കാട്, കോട്ടായി, മലപ്പുറം, എന്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അടുത്തത് നുമയ്യിസു വ നക്തുബ് സഹീഹ വ ഗൈറ സഹീഹ്. താഴെ കുറെ സെന്റൻസ് ഉണ്ട്. അതിൽ സഹീഹും ഗൈറ സഹീഹും. ഗൈറ സഹീഹ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലാത്ത, ശരിയല്ലാത്തതും എടുത്ത് എഴുതാനാണ്. അപ്പൊ 2 കോളത്തിലാക്കി എഴുതണം. ഇവിടെ സഹീഹ് എഴുതണം, ഇവിടെ ഗൈറ സഹീഹ് എഴുതണം. യതനാവുൽ സൽമാൻ അൽ ഫുതൂറ ഫി സബാഹ്. സൽമാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇത് ശരിയാണ് അല്ലേ? എവിടെ എഴുതണം? ഈ കോളത്തിൽ ഇവിടെ എഴുതണം. ലാ തുളയ്യ വക്തക ബിൽ ലഅബി അലൽ ജവാൽ. ഫോണിൽ കളിച്ച് സമയം കളയരുത് അല്ലേ? അതെന്താണ്? അതും ശരിയാണ്. അതെന്താണ്? അത് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ മക്കളെ?
അടുത്തത് അൻ നലാഫത്തു ലൈസ മിനൽ ഇഹ്സാൻ. നലാഫത്ത് വൃത്തി എന്നുള്ളത് നല്ല സ്വഭാവമല്ല, അപ്പൊ തെറ്റാണ്. ഇത് തെറ്റ്, ഇതിലേക്ക് എഴുതണം. മനസ്സിലായോ? യുനല്ലിഫ് ജാസിർ അൽ അസ്നാന കബല നൗം. ഉറക്കത്തിന് മുമ്പ് ജാസിർ പല്ല് വൃത്തിയാക്കും, അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിലെഴുതാം, ഇവിടെ എഴുതാം. അൽ ജവ്വാലു കുല്ലുഹു ഖൈർ. മൊബൈൽ എല്ലാം നല്ലതാണ്, തെറ്റാണ്. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. ഓക്കെ, തെറ്റ്. 2 തെറ്റും 3 ശരി. അടുത്ത പ്രവർത്തനം 4. നഖ്താൽ ജുമലൽ മുനാസിബ് ലിസ്സുവർ വനക്തും. ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്, ആ ചിത്രത്തിന് അനുയോജ്യമായ സെന്റൻസ് എഴുതണം, അല്ലേ? ഇവിടെ എന്താണ്? റാഷിദ് എണീക്കുന്നുണ്ട്, അതുകൊണ്ട് ആ സെന്റൻസ് ഇവിടെ വന്നിട്ട് ഇസ്തൈഖദ റാഷിദ് മിനന്നൗമി മുബക്കറൻ. നേരത്തെ എണീക്കുന്നു. യദ്ഹബു റാഷിദ് ഇലൽ മദ്രസ. റാഷിദ് മദ്രസയിലേക്ക് പോകുന്നു. ഒന്നാമത്തെ സെന്റൻസ് ഇതെവിടെ എഴുതണം? മദ്രസയിൽ പോകുന്ന ഇവിടെ എഴുതണം, അല്ലേ? അപ്പൊ ഈ ഒന്നാമത്തെ സെന്റൻസ് മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇനി 2. തലഉ മാജിദ അൽ കിതാബ ഫിൽ ഹക്കീബ. മാജിദ പുസ്തകം ബാഗിൽ വെക്കുന്നു. എവിടെ വെക്കുന്നത്? അല്ലേ? നമുക്ക് ഇവിടെ 2, രണ്ടാമത്തെ സെന്റൻസ്. ഇനി യസ്തഹിമു മിൻഹാജ് ഫിൽ ഹമ്മാം. മിൻഹാജ് എന്താണ്? ബാത്റൂമിൽ കുളിക്കുന്നു, അല്ലേ? എവിടെ വരണ്ട കുളിക്കുന്നത്? ഇവിടെ. പിന്നെ യുനല്ലിഫു ജന്ന അൽ അസ്നാൻ. ജന്ന പല്ല് വൃത്തിയാക്കുന്നു, അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ഇത് 4 നമുക്ക് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ. അടുത്ത പ്രവർത്തനം യഖ്റഉ നൂ അൻവർ അൽ ജരീദ് അൽ യൗമിയ. അൻവർ പത്രം വായിക്കുന്നു. അപ്പൊ അത് 5. 5 നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, 5 റെഡിയല്ലേ? ഇനി 5ാമത്തെ പ്രവർത്തനം അൻഷദ ജാസിം വാസ്തികാഹു നഷീദ. ജാസിമും അവന്റെ കൂട്ടുകാരനും കൂടി എന്ത് ചെയ്തു? ഒരു പാട്ട് പാടി. എന്താ പാട്ട്? കാലൽ ഫീലു ലൗനി അസ്വദ്. അല്ല, കാലൽ ഫീലി ലൗനി അസ്വദ്, ലൗനി അസ്വദ് കാലൽ ഫീലു. അപ്പൊ ഇവിടെ എഴുതിയ ആദ്യത്തെ വരി എന്ത് ചെയ്യണം? ഇവിടെ തിരിച്ചിട്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? എങ്ങനെ മനസ്സിലായത്? കാലൽ ഫീലു, പിന്നെ അത് അവസാനം വന്നു. ലൗനി അസ്വദ് ഇവിടെ അവസാനം വന്നു, ഇവിടെ തുടക്കത്തിൽ വന്നു, അല്ലേ? അപ്പൊ ഇതുപോലെ കാലൽ ഖുറാബു ലൗനി അസ്വദ്. അപ്പൊ ഇവിടെ എന്താ വരിക? കാലൽ ഖുറാബു, ഈ വാക്ക് ഇതിന്റെ അവസാനത്തിൽ വന്നു. അപ്പൊ ഇനി വരേണ്ടത് ഏതാ? ഈ ലൗനി അസ്വദ് അല്ലേ? അതോടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ലൗനി അസ്വദ്, ലൗനി അസ്വദ് എന്ന് കൊടുക്കാം, അല്ല മക്കളെ? അടുത്തതോ കാലൽ വറക്കു എന്നാണ് ഇവിടെ. അപ്പൊ ഇത് കാലൽ വറക്കു എന്താ? തുടത്തിലെ തരണ്ട്. അപ്പൊ നമുക്ക് ആ കാലൽ വറക്കു ഇവിടെ എഴുതാം. കാലൽ വറക്കു ലൗനി അഖ്ലർ. പിന്നെ ഇവിടെയോ ഈ ലൗനി അഖ്ലർ വരും. ഇപ്പൊ ലൗനി അഖ്ലർ, ലൗനി അഖ്ലർ കാലൽ വറക്കു. അടുത്തത് ലൗനി അസ്ഫർ കാലൽ മൗസു. നമുക്കിവിടെ എങ്ങനെ പറയും? കാലൽ മൗസു, കാലൽ മൗസു ലൗനി അസ്ഫർ, ലൗനി അസ്ഫർ, അല്ലേ? ഇനി അടുത്തത് കാല സഹ്റു. സഹർ എന്ത് പറഞ്ഞു? സഹറിന്റെ നിറം എന്താ? പൂ പറഞ്ഞു. ഒരു നിറത്തിന്റെ പേര് നമുക്ക് കൊടുക്കാം. നിറമുണ്ട് ഇവിടെ, ലൗനി അഹ്മർ എന്നുണ്ട്, അല്ലേ? അപ്പൊ ലൗനി അഹ്മർ കാല സഹ്റു. ശരിയല്ലേ? ഓക്കെ. ഇനി 6ാമത്തെ പ്രവർത്തനം വസല ഖുറാബുൻ ഇലാ ബുസ്താനി ജാസിം. ഒരു കാക്ക ജാസിമിന്റെ തോട്ടത്തേക്ക് വന്നു. ബദൽ ഖുറാബ് യബിക്കി. കാക്ക കരയാൻ തുടങ്ങി. സമയ ജാസിം ബുക്കാഹു. അതിന്റെ കരച്ചിൽ കേട്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ. അവരുടെ ഹിവാർ എന്ന ഹിവാർ പൂർത്തിയാക്കാം. അഹദ സിൻജാബ് അൽ ഫർഹ ഫസക്കത്ത. സിൻജാബ്, ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, അല്ലേ? ആ വാക്കുകളുടെ അർത്ഥം എന്താ? അഹദ സിൻജാബ് അൽ ഫർഹ, സിൻജാബ് കുഞ്ഞിനെ എടുത്തിട്ട് ഫസക്കത്ത, എന്നിട്ട് താഴെ വീണു, അല്ലേ? അന ഉസാഴിദുക്ക, ഞാൻ സഹായിക്കാം. ഐനൽ ഫർഹ്, എവിടെ ഫർഹ്? സക്കത്ത മിനൽ ഉഷ്, കൂട്ടുന്ന് വീണു. അപ്പൊ ജാസിം പറയണം മാതാ മാതാ ഉഗ്റ ഫർഹി, ഫർഹി എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. മാതാ അസാബൽ ഫർഹ്, ഫർഹ് ഫർഹിന് എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റിയത് നമ്മൾ പറഞ്ഞില്ലേ? ഈ വാക്ക് നമുക്ക് അഹദ സിൻജാബ് അല്ല, എന്താ പറ്റിയിട്ടുണ്ടാവുക? സഖത്ത മിനൽ ഉഷ്, അല്ലേ?
ഇപ്പൊ ഈ ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് ഇവിടെ കൊടുത്തു. ഒന്നാമത്തെ സെന്റൻസ് അവിടെ കൊടുക്കാം. പിന്നെ അപ്പൊ ജാസിം പറഞ്ഞു കൈഫ എങ്ങനെയാ വീണത്? സിഞ്ചാബ് എടുത്തൂലേ, സിഞ്ചാബ് ഫർഹിന് എടുത്തപ്പോ വീണതാണ്. അപ്പോ 2, ഈ 2 നമുക്ക് ഇവിടെ ചേർക്കണം, രണ്ടാമത്തെ വരി. അപ്പോ ഇവനെ ജാസ്മിൻ ചോദിക്കണ്ടാവും എന്ത്, എവിടെ, എന്നിട്ട് ഫർഹ് എവിടെയെന്ന് ചോദിക്കും അല്ലേ. ഐനൽ ഫർഹു, ഈ മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഉറാവ് പറഞ്ഞു തഹ്ത ഷജറ, മരത്തിന്റെ താഴെയാണ്. ഇപ്പൊ ജാസിമ് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. 4 അനസാഴുക്ക ഇവിടെ എഴുതണം. അപ്പൊ ഉറാബ് ശുക്രൻ, എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ശുക്രൻ. ശരിയല്ലേ? ഇത്രയാണ് പ്രവർത്തനം. മക്കൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നൊക്കെ സാറിനോട് പറയാം കേട്ടോ. ചാൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.